ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞേ. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. തിന്നാനിരിക്കുകയാണ്. ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടും 10 ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഇവൻ വളരെ വിചിത്രമായി പെരുമാറും നമ്മളങ്ങനെ നാണകെടുത്താൻ വേണ്ടി. കേറിക്ക്. എനിക്ക് എന്താ ഓർമ്മയാണെന്ന് അറിയാവോ? പിന്നെ കുറച്ച് ദിവസം ഇവനെ വരട്ടുന്നില്ലല്ലോ. ഇവൻ ഞങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഇവനോട് രാജകീയ ജീവിതം, ഇവിടുത്തെ രാജാവാ. ഇപ്പൊ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഡീസന്റ് ആന്ന്. ഇത് കിട്ടാൻ വേണ്ടിട്ട് മാത്രമാണ്. അല്ല ശരി ബീവി? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ ഷെയർക്കുട്ടി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പറയാം. ഒരു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞേ. പാട് നോക്കി ബോഡി ഇവിടെ തിന്നാനിരിക്കുവാണ്. ഇവരെ ഞാൻ ഈ മിഠായി കാണിച്ചോടെ പിടിച്ചിരുത്തേക്കോട്ടോ. ആള് ഭയങ്കര വിരളിയാണ്. ഇപ്പം ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടും 10 ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഇവൻ വളരെ വിചിത്രമായി പെരുമാറും നമ്മളങ്ങനെ നാണകെടുത്താൻ വേണ്ടി. ഇല്ലെങ്കിൽ വളരെ മര്യാദയുള്ള കൊച്ചാട്ടോ. പാവ വെച്ചാ കൊടുക്ക്. അയ്യോ, 4 എണ്ണം കൊടുത്തു. 4 അല്ല, രാവിലെ ഞാൻ 2 എണ്ണം കൊടുത്തു, 6 എണ്ണം കൊടുത്തായിരുന്നു. എന്തുവായി കാണിക്കുന്നേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ഞങ്ങൾ ഇന്നിപ്പം രാവിലെയുള്ള കുറച്ച് എന്താ പറയാ, ഇവന്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങളും പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല കണ്ടന്റ് കൊടുത്തൊന്നും ചെയ്യത്തില്ല. ഈ ചാനൽ ഒരു നല്ല കണ്ടന്റ് പറഞ്ഞേ, പറ. ഒരു നല്ല കണ്ടന്റ് ഞാനത് പറയാണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് നല്ല കണ്ടന്റ് ഒക്കെ എല്ലാവരും സജസ്റ്റ് ചെയ്യണം. കണ്ടന്റിന് ചെറിയൊരു ദാരിദ്ര്യം വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങോട്ട് ഇപ്പൊ ചിന്തിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ. ബുദ്ധിമുട്ട് വളരുന്നില്ല, അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് നല്ല കണ്ടന്റ് ഒക്കെ പറഞ്ഞു തരണം. പിന്നെ ഫെയർക്കുട്ടീനെ വെച്ചിട്ട് കുറേ വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവനെ മറ്റേ ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ. പക്ഷെ എന്നെ സംഭവം എന്നറിയോ, ഞാനിവിടെ 2 ദിവസം വന്നിന്ന് ഇവനെ എല്ലാ ട്രെയിനിങ്ങും പഠിപ്പിച്ചിട്ട് പോകും. പിന്നെ കുറച്ച് ദിവസം ഇവനെ വരട്ടുന്നില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഇവനോട് രാജകീയ ജീവിതം, ഇവിടുത്തെ രാജാവാ. അവന് ഇഷ്ടമുള്ളടത്ത് കയറുന്നു, ഇറങ്ങുന്നു, ആരും വഴക്ക് പറയുന്നില്ല. ഞങ്ങളെ കാണുമ്പോഴറിയോ, 2 വന്നു എന്നെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടെന്നുള്ളൊരു ഓവർലാപ്പാണ് മൈൻഡിൽ പോകുന്നത്. അപ്പോൾ ആ 2 ദിവസം കൊണ്ട് ഇവനെല്ലാം പഠിക്കും. പിന്നെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മറക്കും. പിന്നെ ഒരു വഴക്കൊക്കെ കൊടുത്താലേ ആശാൻ അങ്ങോട്ട് പഠിക്കത്തുള്ളൂ. ഇപ്പൊ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഡീസന്റ് ആന്ന്. ഇത് കിട്ടാൻ വേണ്ടിട്ട് മാത്രമാണ്. അല്ല ശരി ബീവി? അവൻ ദേഷ്യം വന്നിരിക്കട്ടോ അവനിട്ട് പൊട്ടനാക്കുന്നതിന്. എന്റെ കൊച്ചു കുഴക്കത്തൊന്നുമില്ല കേട്ടോ. അവൻ എന്തിനു കുറയ്ക്കണം? അവന് സമയാസമയം ഭക്ഷണം, സമയത്തിന് ഉറക്കം. അതായത് രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ ഇവൻ എഴുന്നേക്കുന്ന സമയത്ത് കൂടെ എല്ലാവരും എഴുന്നേക്കണം. ആ നേരം മുതൽ കുറച്ച് ചാടി ബഹളം ഉണ്ടാക്കി പപ്പേനെ വിളിച്ചു നടത്തി, അമ്മേനെ വിളിച്ചു നടത്തി. ആദ്യത്തെ ഒരു ട്രിപ്പ് ഭക്ഷണം അവൻ അപ്പം കഴിക്കും. എന്നിട്ട് പിന്നെ പോയി അങ്ങോട്ട് ബഹളം. അവൻ്റെ പത്രം എടുത്തോണ്ട് വരും കേട്ടോ. പപ്പ അവന് പത്രം എടുക്കാൻ പഠിപ്പിച്ചു. അവൻ തന്നെ പോയി മെനിഞ്ഞാന്ന് രാവിലെ ആണെങ്കിൽ ഇവൻ ആരുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ഡോറ് തള്ളി തുറന്ന് അവൻ പോയി പത്രം എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ട് വെച്ചു. പക്ഷെ അമ്മ നോക്കിയപ്പോൾ പത്രം 250 പീസുകളായിട്ട് കിടക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ പപ്പ കാണുവാണ്. അപ്പൊ തന്നെ ഫുഡ് കൊടുത്ത് കാണത്തില്ല. അതിന്റെ കഴിവ് അതാണോ? അങ്ങനെയൊക്കെ ചെയ്യുന്നത് പത്രം എടുത്തുകൊണ്ട് ആളില്ല. എന്നെ കൊണ്ട് ഇവിടെ ബാലവേല ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ പട്ടണിക്കിടാനുള്ള പരിപാടിയാണോ? ഞാൻ ഇപ്പൊ കാണിച്ചിരാന്ന്. അവൻ ആ പത്രം മുഴുവൻ കടിച്ചത് കയറി. ഇന്നിപ്പോ പോയി ഡീസന്റ് ആയിട്ട് പത്രമൊക്കെ എടുത്തോണ്ട് ഇന്ന് പത്രം എടുത്തോണ്ട് വരുന്ന മൂത്രമൊഴിക്കാൻ മുട്ടി. പത്രം അവിടെ വെച്ചിട്ട് ഓടി പോയി മൂത്രമൊഴിച്ചിട്ട് വീണ്ടും തിരിച്ചു പത്രം എടുത്തിട്ട് പപ്പടയിൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ അതൊക്കെ പഠിച്ചു. പിന്നീട് തന്നെ രാവിലെ അവൻ എഴുന്നേക്കും, കിടന്ന് കുത്തിമറിഞ്ഞ് ബഹളം ഉണ്ടാക്കി ഫസ്റ്റ് ട്രിപ്പ് ഭക്ഷണം കഴിക്കും. പിന്നീട് അങ്ങോട്ടൊരു 10:30-11 മണി വരെ, അതായത് വെയിലിന്റെ മൂർധന്യാവസ്ഥ എത്തുന്നത് വരെ ഇവിടെ ഒരു മേളമാണ്. പപ്പയെ കടിക്കുന്നു, അമ്മയെ കടിക്കുന്നു, ഓടി ഞങ്ങളടുത്ത് വരുന്നു, ഞങ്ങളെ കടിക്കുന്നു. ആരെ എന്തോ ചെയ്യാൻ കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുവാണ് ആ സമയത്തൊക്കെ. പിന്നീട് വെയിൽ അങ്ങോട്ട് കൂടി കഴിയുവാന്നേൽ ആശാന് പിന്നെ അങ്ങോട്ട് ഉറക്കവാ, പിന്നെ അങ്ങ് ക്ഷീണവാ. എഴുന്നേക്കും. അവന്റെ ഭക്ഷണം കഴിക്കുന്ന ഒരു പാത്രമുണ്ട്, എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ പോവാന്നോ? കൊച്ചേ വീഴും. അതെനിക്കറിയാം. അതെനിക്കറിയാം. നീ പറഞ്ഞു തരണ്ടാന്ന്.
ശരി ബേബി ഞങ്ങളുടെ ഫുഡൊന്നും ഇല്ല, നീ ഞങ്ങളുടെ അടുത്ത് എന്ത് കാര്യമില്ല. ഓക്കെ ബൈ ഗൈസ്. എന്നിട്ട് 10-11 മണി വരെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പിന്നീട് ആള് ഉറക്കമാണ്. ഉറങ്ങുമ്പോൾ അവന്റെ ഒരു പാത്രമുണ്ട്, വെള്ളത്തിന്റെ പാത്രം, ഫുഡ് പാത്രം, അതിലിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ഒന്നിൽ ഒരു കാലെടുത്ത് അതിന്റെ പാത്രത്തിന്റെ മണ്ടക്കിട്ടേക്കും, ഈ തല എടുത്ത് അതിലിട്ടേക്കും, ഇല്ലെങ്കിൽ കുണ്ടി എടുത്ത് പാത്രത്തിനുള്ളിൽ ഇട്ടിട്ട് കുണ്ടി പാത്രത്തിനകത്തേക്ക് തല മാത്രം ഇങ്ങനെ വെളിയിലിട്ട് ഇങ്ങനെ കിടക്കും, ഇല്ലെങ്കിൽ കൈ ഇട്ട് കിടക്കും, ഇല്ലെങ്കിൽ കാലിട്ട് കിടക്കും. എവിടെ പോവാ? അയ്യോ അത് വിടല്ലേ. വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ, ഞാൻ വെറുതെ കിളിക്കതാ. വാ, വേണോ വേണോ? ഞാൻ കവറും കൂടെ തരാൻ തിന്നാൻ പൊന്നു മോന്. വാ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. അവിടെ ഇരുന്നേ സേര, ഇരുന്നേ സേരക്കുട്ടി, ഒന്നിരുന്നേ. ഗുഡ് ഗേൾ. ഇനി ഇങ്ങനെ തിന്നാവോ മോനെ? നീ ഇന്ന് കുറെ തിന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നോണ്ട് മാത്രം തരുന്നത്, നീ ഇതൊന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. കൈമാറ്റി എടുത്തോ. കണ്ടോ അവന്റെ ഭാഗത്തുനിന്ന് നാണം കെടുത്തലിന്റെ എല്ലാവിധ. വാ പൊന്നുമോ, വന്നേ, കേറിക്ക്. എനിക്കിത് എന്താ ഓർമ്മ അറിയാവോ? നാഗവല്ലി മനു, മറ്റേ രാമനാഥൻ വിളിച്ചോണ്ട് പോകത്തില്ല നാഗവല്ലിനെ, മറ്റേ സ്റ്റെപ്പ് കാണിച്ചിട്ട് തിന്നരുത്. അതുപോലെയാണ് അവന് മുട്ട കാണിച്ചു. വാ ശരബിബി, വാ ശരബിബി, അവിടെ ഇരുന്നേ. ഗുഡ് ഗേൾ. പക്ഷെ ഞങ്ങളെ കുറെ ദിവസം കാണാണ്ടിരുന്ന് കാണുമ്പോ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നും സ്നേഹപ്രകടനങ്ങളാ. ഞങ്ങൾ എപ്പോഴും വരുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന അവനറിയാം. അത് ഭയങ്കര ഹാർഡാട്ടോ മിഠായി. അവനൊന്നും ചവയ്ക്കുന്ന ഓടിയില്ല, വിഴുങ്ങുക. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും അടുത്തത് കിട്ടാൻ വേണ്ടിട്ട്. ചവച്ച് കഴിക്കണം കേട്ടോ നന്നായിട്ട്. നിന്റെ കൈ ഞാൻ ചവയ്ക്കാം. പിന്നെ ആശാൻ ഏറ്റവും ഇഷ്ടം നമ്മുടെയൊക്കെ കയ്യും കാലും കടിക്കാൻ, അവന് കളിക്കാനുള്ള. വാ അമ്മ, ഷീജാമ്മ അടുത്ത് ചായ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങ് വണ്ണേ എന്റെ ശുണ്ട്രി ബേബി, ഇങ്ങോട്ട് വണ്ണേ, ഇങ്ങോട്ട് വണ്ണേ, ഇങ്ങോട്ട് വണ്ണേ. ഇനി എനിക്കൊരു ഗ്ലാസ് ചായ തന്നെ എല്ലാവരും ഒന്ന് അവിടെ ഇരുന്ന്, അവിടെ ഇരുന്ന്, അവിടെ ഇരുന്ന്. ആശാന് ചായയും കാപ്പിയൊക്കെ കാണുമ്പോൾ കുടിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു ഫുഡും ഞങ്ങൾ കൊടുക്കത്തില്ല. അതുകൊണ്ട് എന്തുവാ കാണിക്കുന്നത്? പ്രശ്നം എന്തുവാ? ചായ ചായ നല്ല ടേസ്റ്റ്. ചായ കാണുമ്പോ എന്തോ ബഹളം എന്നാ? അവൻ ആദ്യം ചായ എടുത്ത് കട്ട് പിടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇവൻ ചായ എടുത്ത് കട്ട് പിടിക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. ഇവനെ കൊണ്ടുവന്നപ്പോ ഇച്ചിരിയേ ഉണ്ടാകുമല്ലോ. ഇപ്പൊ കണ്ടോ, തന്നെ മടിയിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല. സ്നേഹം കാണിക്കാൻ വേണ്ടിട്ട് ഇവൻ വലുതായി കഴിയുമ്പോ ചാടി വീഴുവാണെങ്കിൽ ഞാൻ വീണ് ചാകും. പട്ടി ഉറങ്ങി അപ്പൊക്കോ. ഇപ്പൊ ചെറിയൊരു ഷെഡിങ്ങേ ഉള്ളൂ. ഈ ഒരു മന്ത് നമ്മൾ ഡോക്ടറിനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഇത് ഡോഗ്സിന് ഷെഡിങ് ടൈമാണ്. ഇതൊരു സീസൺ ആണ്. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഇതിന് നന്നായിട്ട് ഷെഡിങ് വരും. പിന്നീട് ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേ കുറയത്തുള്ളൂ. ചായ വേണോ? അയ്യോ ഞാൻ ചായ വേണം. എനിക്ക് വേണ്ട, എന്റെ ചായ ഗ്ലാസ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? അയ്യോ ഹോസ്പിറ്റലിൽ പോകുന്നത് നമ്മൾ ന്യൂസ് പറഞ്ഞില്ല. ബൂസ്റ്റർ ഡോസ് എടുക്കണ്ടേ? ബൂസ്റ്റർ ഡോസ് എടുക്കാൻ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ പറയട്ടേക്ക് വന്നേ. ഇത് വലിയൊരു ഇഞ്ചക്ഷൻ വെക്കാനുള്ളതാ. ബൂസ്റ്റർ ഡോസ്, ബൂസ്റ്റർ ഡോസ് എന്നൊരു വിളി മാത്രം കേൾക്കും. ഞാൻ ഫസ്റ്റ് ഡോസ് എടുക്കാൻ ഞാനല്ലേ കൊണ്ടുപോയി. ഞാനിങ്ങനെ പിടിച്ചു വെച്ചു കൊടുത്തേ. കണ്ണ് തപ്പുവാന്നേ ഇവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ. ഫുഡ് എടുത്തത് അങ്ങോട്ട് പോയി. ബാലുവിനെ എല്ലായിടത്തും കാണിച്ചു കൊടുത്തോ? ബാലുവിനെ കാണിച്ചു കൊടുത്തോ ഫുള്ളും? വലിയ പ്രശ്നം എന്റെ കയ്യിൽ ഒന്നുമില്ലടാ. ഒരു ഗ്ലാസ് ചായടാ. ഇത്രയും പ്രായമൊക്കെ ആയില്ല, ഇച്ചിരി ചായ താടാ എനിക്ക് കുടിക്കാനെന്ന്. ബാ, ഇനി മുട്ടായി തരത്തില്ല. ഒത്തിരിയും കഴിച്ചു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇങ്ങോട്ട് വന്നാൽ മതി. ബാ പറയാം ഇവന്റെ കഥ. മോളെ ഇതിന്റെ ഇവന് കഴിക്കുന്ന ഫുഡ് ഇന്റെ ഇല്ലയോ? മിഠായി കവർ. മിഠായി കവർ അവിടെ ഇരിക്കുമായിരുന്നു. അവൻ അവിടെ ഒരു ആ സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് കയറി. 3 സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് എടുക്കാൻ നേരം പപ്പ പിന്നെ 2 സ്റ്റെപ്പ് കൂടെ മേളിൽ വെച്ചു. 2 സ്റ്റെപ്പ് കൂടെ മേളിൽ അവിടെ കയറി ആ കവർ തന്നെയാ. എന്നിട്ട് മണ്ട വരെ കയറത്തില്ല, അവിടെ വരെ കയറി 5 സ്റ്റെപ്പ് കയറി അല്ലേ? ഒരു മിനിറ്റ് ഇതെടുത്തോ. ബാ എടുത്തോ. എടുക്കുന്നില്ലേ? അവനറിയാം എന്തോ കെണിയാന്ന്. ഇനി ഇവിടെ എടുത്തോ, എടുത്തോ. ബേസിക്കലി നീ കേറാൻ വയ്യ.
എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ പ്രേക്ഷകരോട്? ഒന്ന് കുറച്ചേ ആ ശബ്ദം, മധുര മനോഹരം, ആ ശബ്ദം ഒന്ന് നാട്ടിൽ കേട്ടോട്ടെ. കുറയ്ക്കടാ. ഷെറ ഹായ് പറ. ഓ, ഇംഗ്ലീഷ് പട്ടികൾക്ക് ഐ ലവ് യു എന്ന് വരെ പറയും. ഞാൻ കണ്ടു വീഡിയോ. അമ്മമാർ ഐ ലവ് യു എന്ന് പറയുമ്പോൾ തിരിച്ചു ഇങ്ങനെ പറയുന്നു. എന്നാ കട്ട് തിന്നാനാ താല്പര്യം കേട്ടോ അവന്. നമ്മളെല്ലാരും നിൽക്കുന്നുണ്ട്. മോനെടുത്തോ, ഷെറക്കുഞ്ഞെടുത്തോ. നീ എല്ലാം കൂടെ പറയുമ്പോ എനിക്ക് സംശയം എന്തുവാ. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ട്രാപ്പിലാക്കണം. മാറി മാറി പറയുന്നുണ്ടല്ലോ എടുത്തോന്ന്. ഇങ്ങ് വന്നേ. എടി ഇവൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ എടുത്തോന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, പോയി എടുക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുകയും ചെയ്യും. സൈഡിൽ കൂടെ പോകുന്നത് കേട്ടോ, ആ സൈഡിൽ കൂടെ. ഈ സൈഡിൽ കൂടെ പോണ വീരും എന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബുദ്ധിയൊക്കെ ഉണ്ട് നമുക്ക്. അതല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ ഇങ്ങനെ ഇവൻ എന്തെന്ന് അറിയാൻ വേണ്ടി പാകിയെ എന്റെ കാലിൽ ഇങ്ങനെ ഞാൻ ചവിട്ടി. അപ്പൊ തട്ടി മാറ്റി, വീണ്ടും ചവിട്ടി തട്ടി മാറ്റി. മൂന്നാമത് അവന്റെ കാലെടുത്ത് എന്നെ മണ്ടയ്ക്ക് ചവിട്ടുന്നു, എന്നെ ചവിട്ടുന്നു. ഞാൻ തട്ടിയപ്പോ വീണ്ടും എന്റെ കാലിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക്. ഹലോ, അടുത്ത മാസം കൂട് കെട്ടും. നമ്മൾ പിന്നെ പുറത്താ, അതൊക്കെ അറിയാലോ അല്ലേ. അത് കഴിയുമ്പോ ഈ രാജകീയ ജീവിതമൊക്കെ തീരും. ഇതിൻ്റെ ഇങ്ങനെ എപ്പോഴും കിടക്കാൻ പറ്റത്തില്ല. നമ്മൾ പുറത്ത് താമസിക്കേണ്ട ആളാ. ഈ ദിനം പ്രതി വലുതായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇവന് എത്ര മാസം അയച്ചാ? 3 മാസം ആവുന്നു. ഒക്ടോബർ 3 മാസം ആകുന്നു. ഒക്ടോബർ 24 ബർത്ത്ഡേ. ഇപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി 24 ആവുമ്പോ അവന് 3 മാസം. അതായത് ഞങ്ങളുടെ സങ്കല്പത്തിൽ ഇവനിങ്ങനെ വണ്ണം വെച്ച് ചക്കപ്പോത്ത് പോലെ നിൽക്കണം. പക്ഷെ ഇവൻ തിന്നുന്ന മുഴുവൻ ഇങ്ങനെ മറ്റേ ജയന്റെ സിനിമയിലെ കുതിരയുടെ ഈ മസാജ് സ്റ്റെപ്പ് ഇല്ലേ, അതുപോലെ ഇവൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവൻ ഇങ്ങനെ ആകുന്നില്ല, വണ്ണം വെക്കത്തുള്ളൂ. നിന്നെ പറ്റി അവിടെ സംസാരം മുഴുവൻ. അപ്പൊ നമുക്ക് പോയിട്ട് വന്നാലേ, ഇവരെ റെഡിയാക്കണ്ടേ? ഇനി നമുക്ക് എന്താന്ന് വെച്ചാല് എനിക്കൊരു പ്രൊമോഷന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവനെ കൊണ്ട് ഇൻജക്ഷൻ എടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ. ഒന്നുകിൽ മേജർ സർജറി ഒന്നുകിൽ ആദ്യം ഇഞ്ചക്ഷൻ എടുക്കാൻ പോകും, അല്ലെങ്കിൽ പ്രൊമോഷൻ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊമോഷൻ ഷൂട്ട് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകും. ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? പ്രൊമോഷൻ ഷൂട്ട് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നതായിരിക്കുമല്ലോ ലാഭം. അപ്പൊ ഡോക്ടർ 10:30 ഓക്കെ, എനിക്ക് കുറച്ച് മീറ്റിംഗ് ഉണ്ട്, അറ്റൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. പ്രൊമോഷൻ ഷൂട്ട് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ ഇവനെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോകും. ഫുഡ് കഴിച്ചു നമ്മൾ രാവിലെ? ഇല്ല. നമുക്ക് ഫുഡ് കഴിക്കാം. നേരം വെളുത്തിട്ട് കുറേ നേരമായി. അമ്മ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ കഴിക്കാൻ വന്നില്ല. ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് രാവിലെ മുട്ട പുഴുങ്ങിയതാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര ഡയറ്റൊന്നും അല്ല. ഇന്നിപ്പോൾ എനിക്ക് രാവിലെ ചപ്പാത്തിയും ചിക്കനും വേണ്ട, കഴിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല, രാവിലെ മുട്ട പുഴുങ്ങിയത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ട എടുത്തേക്കുന്നേ. ഷെറക്കുട്ടി രാവിലെ ഫുഡ് കഴിച്ചു, എന്നാലും അവളിങ്ങനെ ഇരിക്കുക. നിങ്ങളൊക്കെ എന്തോ കഴിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും തരാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? ഷെറക്കുട്ടിക്കുള്ള മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ച്. എന്തുവാ എന്തെങ്കിലും, അതായത് നമ്മുടെ ഹ്യൂമൻസിന്റെ ഫുഡിന് ടേസ്റ്റ് ഒന്നും അറിയില്ല. അവനങ്ങനെ കൊതി വന്നിങ്ങനെ വായന വെള്ളം ഒലിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മളെന്തോ കഴിക്കുന്നുണ്ട്, എനിക്കും കൂടെ തന്നാൽ ഞാനൊരു ഇച്ചിരി കഴിച്ചോളാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആളിരിക്കുന്നത്. കുറച്ചേരം ഇങ്ങനെയൊക്കെ ഇരുന്ന് നോക്കും, പിന്നെ അങ്ങ് കിടക്കും. നമ്മൾ ഇരിക്കുന്നതിനടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും ആളെപ്പോഴും. അപ്പോൾ ഇപ്പം കഴിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പൊന്നുപോലുള്ള ഫുഡൊന്നും ഇല്ല കേട്ടോ. ഇച്ചാ സമയം ഇപ്പോൾ 10:45. 10:45 ഇടയ്ക്ക് 2 ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇരിക്കുക. രാവിലെ 6 മണിക്കും അതിനുശേഷം 8:30ക്കും. എന്തുവായിട്ട് കളിയാക്കുന്നത്? എന്തുവാ പ്രശ്നമൊന്നുമില്ല, മുട്ടയൊക്കെ ഞാനും കഴിക്കാറുണ്ട്. മമ്മി എന്റെ മുട്ട കൊണ്ടുവാ. എനിക്ക് മുട്ട എടുത്തിട്ട് ഇവർക്ക് കൊടുത്താൽ മതി. എന്തുവാടാ, അവന് മുട്ട കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവൻ്റെ ഫുഡാണ്. അപ്പം അവൻ്റെ വിചാരം അവൻ്റെ ഫുഡ് ഞാനെടുത്ത് കഴിക്കുവാന്ന്. നിന്റെ ഫുഡല്ല. ഇപ്പം ഒരു 11:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് അവനൊരു മുട്ട കൊടുക്കും, എന്തെങ്കിലും ഒരു സ്നാക്ക് കൊടുക്കും. ചിലപ്പോൾ വാട്ടർമെലൺ കൊടുക്കും, സ്വീറ്റ് പൊട്ടറ്റോ കൊടുക്കും, ക്യാരറ്റ് കൊടുക്കും, എന്തെങ്കിലും സാധനം. അപ്പോൾ ഇന്ന് മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ ഓൾറെഡി ഒരു മുട്ടയുടെ മഞ്ഞ ഞാനതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ മുട്ടയും കൂടെ ഉണ്ട്. ആൾക്ക് അവൻ്റെ പാത്രം എടുക്കുമ്പോഴേ അറിയാം, ആ നേരം മുതൽ എൻ്റെ പുറകെ നടക്കുവാണ്. ഞാൻ ഇങ്ങനെ മുട്ട എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി ഇട്ട് കൊടുക്കുന്നത്. ഇവൻ ഈ വിഴുങ്ങുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് ഇവന്. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടൊക്കെ വെച്ചെടുക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ പീസാക്കിയിട്ട് മൊത്തത്തിലങ്ങ് വിഴുങ്ങിയാലോ എന്നൊരു പേടിയുണ്ട്. കുഞ്ഞും കൂടെ അല്ലേ, പപ്പിയല്ലേ, കാണാൻ ഇച്ചിരി സൈസ് ഉണ്ടെന്നേ ഉള്ളൂ. ആൾ കുഞ്ഞിയാണ്. അപ്പം ഞാൻ ഈ മുട്ട പൊട്ടിക്കുന്ന നേരം മുതൽ ആൾ എന്നെ നോക്കിയിരിക്കുകയാണ്. ഞാൻ മറ്റേ ഈ പ്ലേറ്റൊക്കെ വെച്ചെടുത്തിട്ട് നോ സെറ കഴിക്കരുത്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വെയിറ്റൊക്കെ പഠിച്ചതാണ്. ഇനി ഇപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. എന്തായാലും നമുക്ക് നോക്കാം, മിക്കവാറും ഓർമ്മ കാണത്തില്ല.
കാര്യം ഇവനോടത്തെ രാജാവായതുകൊണ്ട് ഇവരാരും ഇവനെ ഒന്നും പറയാറില്ല. സെറ നോ, അനങ്ങരുത് കേട്ടോ. ഫുഡ് എടുക്കരുത്, ഫുഡ് എടുക്കരുത്. വെയിറ്റ് ചെയ്, ഫുഡ് എടുക്കരുത്. ഗുഡ് ഗേൾ, വെയിറ്റ് ചെയ്. ഗുഡ് ഗേൾ. നോ സെറ, നോ സെറ, വെയിറ്റ്. സെറ വെയിറ്റ്. സെറ നോ. സെറ വെയിറ്റ്. കഷ്ടവാടി. ഗുഡ് ബോയ്. ഇത് കാണുമ്പോ ആൾക്കാരെന്തോ വിചാരിക്കും ഗുഡ് ബോയ്, പാവ സജിൻ. പിന്നെ എന്തൊരു ദുഷ്ടത്യാന്നല്ലോ. കൊച്ചു പട്ടിക്കുട്ടിട്ട് മെനക്കെടുത്തുന്നു ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ. അങ്ങനെയല്ല, നമ്മളെന്താ പപ്പ അങ്ങനെയാന്ന്. നമ്മൾ കുഞ്ഞു പട്ടിക്കുഞ്ഞാന്നേൽ എന്നാന്നറിയോ, നമ്മൾ ഫുഡ് കൊടുത്തിട്ട് അവരെ ക്ഷമ പഠിപ്പിക്കണം. ഈ പ്രായത്തിൽ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവൻ വലുതായി കഴിയുമ്പോൾ സൈസ് വലുതാവുമല്ലോ. അപ്പൊ നമ്മൾ ഫുഡും കൊണ്ട് വരുമ്പോഴേ ഇവൻ നമ്മുടെ മേത്തോട്ട് വീഴുവാണെങ്കിൽ ഫുഡും വീഴും, നമ്മൾ അതോടെ വീണ് ചാവുകയും ചെയ്യും. ഇവൻ ഫുഡ് നമ്മുടെ മണ്ടേ കയറി തിന്നിട്ട് പോവുകയും ചെയ്യും. ഞാനിങ്ങനെ ചെവിയിലൊക്കെ മുട്ട, ചെവി പിടിച്ചു വെച്ചു കൊടുക്കും. അവിടെ ഇരിക്കും, തലയിലൊക്കെ മുട്ട ഇരിക്കുന്നു. അവിടെ ഇരിക്കും, വെയിറ്റ് ചെയ്യും. അവിടെ ഇരിക്കും. എടാ നീ ക്യാമറ നോക്കി എന്തോ, നീ ഇങ്ങോട്ട് വാ. ഇനി നമുക്ക് വ്യത്യാവനം ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഇങ്ങ് വന്നേ. യൂഷ്വലി നമ്മൾ കിച്ചണിൽ ഇരുത്തിയാട്ടോ ഫുഡ് കൊടുക്കുന്നത്. ഇപ്പൊ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇവിടെ ഇരുത്തിയതേ ഉള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടിച്ചങ്ങോട്ട് ആൾക്കാർ കയറും. പക്ഷേ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇടുമ്പോഴുണ്ടല്ലോ, സേരക്കുട്ടിയുടെ വീഡിയോ ഇടുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒന്ന് പറയുവാണേ അതിന്റെ താഴെ ഒരു 10 പേര് സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങും കേട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്കൊക്കെ പട്ടിയോട് സ്നേഹം ഇല്ലാത്തതാണ് ഇതിനൊക്കെ ഞങ്ങൾ മക്കളെ പോലെ നോക്കുന്നത് പറഞ്ഞിട്ട് അവിടെ കിടന്ന് അവിടെ ഇരുന്നോണം. ഇവിടെയൊക്കെ തുടക്കട്ടെ, ചെവിക്കകത്തൊക്കെ. ഇതവൻ്റെ ഡ്രൈ ഷാമ്പു കേട്ടോ, ഡോക്ടർ തന്നതാണ് ഡ്രൈ ഷാമ്പു. ഇപ്പം ചെവി ഫുഡിൻ്റെ അകത്തൊക്കെ പോയിട്ട് അവിടെയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പെട്ടെന്ന് തുടച്ചെടുക്കാം, അല്ലെങ്കിൽ അവൻ നക്കി തിന്നും. അവിടെ നിന്ന് എൻ്റെ കുഞ്ഞെ. എടാ കുരുപ്പേ, ഇജാ സേറ പ്രശ്നവാ. ചെവിന്നൊക്കെ മുട്ട വരുന്നു. അവിടെ ഇരുന്നാടാ. സേറനൊന്നും വൃത്തിയാക്കി ഇരിക്കുന്നില്ല. ഷേറ ബേബി ഇങ്ങനെ പിടിച്ചാലോ? ഇവനെ ക്ലീൻ ചെയ്യുന്നതിന്റെ ഉസ്താദ് ഇപ്പൊ അനങ്ങുന്നില്ലല്ലോ. ഇല്ല, ചെവി മുതുക്കി പിടിച്ചോ, അനങ്ങത്തില്ല. അടങ്ങിയിരുന്നോ കേട്ടോ. പപ്പ ക്ലീൻ ചെയ്യുന്നതിന് അവന് ഇഷ്ടമെന്ന് എനിക്ക് തോന്നണേ. ഞാനിവനെ തുടക്കാൻ കിടന്ന് എടാ അവിടെ അടങ്ങിയിരിക്കടാ. പപ്പയെ കണ്ട എന്റെ ബഹളം അടുത്ത്. ഇനി കാല് കാണിച്ചേ, കൊച്ചിന്റെ കാലെന്തിയെ നോക്കട്ടെ, കാല് നോക്കട്ടെ. അവിടെ ഇരിക്കടാ. അയ്യോ പപ്പയെ കണ്ടേ കാണിച്ചതോ? പപ്പയെ കണ്ടതിന്റെ ബഹളമാ. ചെവിക്കത്തൊക്കെ മുട്ടയായി. സേരക്കുട്ടിയുടെ ബുക്കാണ് ഹോസ്പിറ്റലില്. റെഡിയായോ? ഓടിവാ. ഒന്ന് വരുവോ? വന്നു എന്റെ ഷെയർമോൾ റെഡി. ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണ് ഗായ്സ്.